ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. നിങ്ങളുടെ വാദം തുടങ്ങാം. ആധ്യാത്മിക രാമായണത്തിൽ സ്തുതിഗീതങ്ങൾ അധികമാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ രചിച്ച ആധ്യാത്മ രാമായണത്തിൽ സ്തുതിഗീതങ്ങൾ അധികം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കഥയായാലും കാവ്യമായാലും അതിൻ്റെ ആസ്വാദനത്തിന് ഭംഗം വരുത്തുന്നത് എന്തും, അത് സ്തുതിഗീതമായാലും അലങ്കാരമായാലും കാവ്യശോഭയെ ഹനിക്കുന്നത് തന്നെയാണ്. ശ്രീരാമചന്ദ്രന്റെ അയനകഥാ സാഗരത്തിൽ ആറാടുന്ന അനുവാചകന്റെ മനസ്സിലെ രസാനുഭൂതികളെ ഹനിക്കുകയല്ലേ സ്തുതിഗീതങ്ങൾ ചെയ്യുന്നത്? മാത്രമല്ല, സാമാന്യ യുക്തിയുള്ള ഒരു വ്യക്തി, അത് ദൈവമായാലും സാധാരണ വ്യക്തിയായാലും, അദ്ദേഹം ഒരിക്കലും തന്നെ പുകഴ്ത്തുന്നത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്തുതിഗീതങ്ങൾ അടിമ ഉടമ സമ്പ്രദായത്തിന് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ പുറമെ സ്തുതിക്കുന്ന ചുണ്ടുകളെക്കാളും ദൈവത്തിന് പ്രിയം പ്രവർത്തിക്കുന്ന കരങ്ങളോടാണ്. അതുകൊണ്ട് തന്നെ സ്തുതിഗീതങ്ങൾ അലങ്കാരമല്ല, അരോചകമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സെർവിങ് ഹാൻഡ്സ് ആർ ബെറ്റർ ദാൻ പ്രേയിങ് ലിപ്സ്. നമ്മുടെ അമ്മ മാതാമൃതാനന്ദമയി ദേവി സ്ഥിരം പറയുന്ന കാര്യമാണ്. എങ്ങനെ ഇതിനെ എതിർവാദം പറയും? ഇവിടെ ആദ്യം പറഞ്ഞു സ്തുതിഗീതങ്ങൾ കാവ്യശോഭ കെടുത്തുന്നുവെന്ന്. നാം സാധാരണ സ്തുതിഗീതങ്ങൾ ഒരു ഈണത്തിലാണ് ചൊല്ലാറുള്ളത്. ഇവിടെ പറയുന്നുണ്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു അടിമ ഉടമ ആ ഒരു ഇത് തെറ്റല്ലേ? അങ്ങനെ അടിമയുടമായിട്ട് കാണുന്ന ഒരു വലിയ മനുഷ്യനുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ആദരിക്കാം, പക്ഷെ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹമാണ് സ്തുതി എന്ന് പറയുന്നത് തന്നെ ഒരു ആദരവിന്റെ ഹൈ ഫോം അല്ലേ? ഇപ്പൊ ശ്രീകുമാർ സാറിന്റെ പാട്ട് അയ്യോ എന്ത് നന്നാ, ഗോപാൽ സാറിന്റെ അറിവ് എന്ത് നല്ലതാണ്. അപ്പൊ അതുപോലെ ഒരു ഹൈറ്റ് ഇതാണ് സ്തുതി. ആ സ്തുതികൾക്കിടയിൽ നമ്മൾ കഥയുടെ ഒഴുക്കിനെയല്ല അത് ബാധിക്കുന്നത്. അല്ല, ശരിക്കും ഈ സ്തുതിയുടെ ആധിക്യം ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ലേ? സ്തുതിയുടെ ആധിക്യമാണ്. തീർച്ചയായും സ്തുതിയുടെ ആധിക്യമുണ്ട്. അതിനെ എങ്ങനെ ഓവറാക്കാം, പക്ഷെ ഓവറാക്കണ്ട എന്നാണ് പറയുന്നത്. അമിതമായാൽ അമൃതം വിഷമാണല്ലോ. അധികമായാൽ അമൃതം വിഷം, അധികമായാൽ സ്തുതിയും വിഷം എന്ന് പറയുന്നു. ഒരിക്കലുമില്ല. കാരണം നമ്മൾ ഈ സ്തുതിക്കുന്നത് ആരെയാണ്? ശ്രീരാമനെയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. അപ്പോൾ ഒരു അവതാര പുരുഷനെ എത്ര സ്തുതിച്ചാലും അത് ഒരിക്കലും അത് അധികമല്ല. അത് അതിന്റെ വായനക്കാരുടെ മനസ്സിൽ അത് അദ്ദേഹം ആരാണെന്നുള്ള ബോധം ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരി, അവസാന കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ്സ്. പ്രവർത്തിക്കാൻ പല മേഖലകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ കേരളം ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു വൻ വിപത്താണ് പ്രളയം. ഈ സമയത്ത് നമ്മൾ ദൈവത്തിനെ സ്തുതിക്കുന്നതേക്കാളും ഉപരി നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. പ്രവൃത്തി കർമ്മമാണ് പ്രധാനം. ഇത് എഴുതിയത് 15-ാം നൂറ്റാണ്ടിന്റെ അവസാന പാദവും 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദവുമാണ് എന്നാണ് നാം വിശ്വസിക്കുന്നത്. അതും എഴുത്തച്ഛൻ രചിച്ചതാണെന്നാണ് വിശ്വസിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇത് അദ്ദേഹം സാധാരണക്കാരെ ഉദ്ദേശിച്ച് മാത്രമാണ് എഴുതിയത്. വേദസംഹിതമായ രാമായണത്തെ ബോധഹീനന്മാർക്കറിയാവണ്ണം അദ്ദേഹം അത് എഴുതിയതാണെന്ന് അദ്ദേഹം ആദ്യം തന്നെ രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് സാധാരണക്കാർക്ക് അവർക്ക് ഉതകുന്നതായിട്ടുള്ള രീതിയിൽ സ്തുതികൾ ആ ഒരു ഈണത്തിൽ പാടുന്നത് അതൊരിക്കലും അവർക്ക് അധികമാണെന്ന് തോന്നുകയില്ല. അപ്പം നമ്മൾ ഇപ്പോൾ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ അന്ന് അത് എങ്ങനെ എഴുതി, അതിന് എഴുതാനുള്ള കാരണം എന്താണെന്ന് നമ്മളത് പറയണം. കർമ്മമൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഭക്തിയാണ് അടിസ്ഥാനം എന്നാണ് അടിസ്ഥാന ഉദ്ദേശിക്കൊള്ളാം. നന്നായിട്ട് തന്നെ രണ്ടുപേരും വളരെ രസകരമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്തു. നല്ല ഫ്ലോ ഓഫ് ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ഫൈൻ, നമുക്ക് അടുത്ത ആൾക്കാരിലേക്ക് പോവാം. അടുത്തത് ഫോർ ആൻഡ് അഗൈൻസ്റ്റ്. ഫോർ പറയുന്ന ആൾക്ക് തുടങ്ങും. ഇത്രയും സ്തുതികൾ കാവ്യഭംഗി കെടുത്തുക തന്നെയാണ്. ഒരു കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് വിരസത തോന്നും. വായിക്കുന്ന ആൾക്ക് മടുപ്പുണ്ടാവുമെങ്കിലും അത് ശ്രോതാവിന് മടുപ്പുണ്ടാക്കുന്നത് തന്നെയാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ രാമായണം എന്നാൽ അധ്യാത്മ രാമായണമാണ്. അധ്യാത്മ രാമായണത്തിൽ ആധ്യാത്മികതയ്ക്കാണ് മുൻതൂക്കം. ഇതിൽ ഭക്തി വളരെ അനിവാര്യമായൊരു ഘടകമാണ്. അത് സ്തുതിഗീതങ്ങളിലൂടെയാകുമ്പോൾ അതിൻ്റെ ആസ്വാദനശേഷി കൂടുകയാണ് ചെയ്യുന്നത്. മനുഷ്യ മനസ്സിൽ സ്തുതികൾ വായിച്ചാൽ ഭക്തി ഉണ്ടാകുമെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? കാരണം അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്തവരായിരുന്നു പല ജനങ്ങളും.
അപ്പോൾ ഈ സ്തുതിഗീതങ്ങൾ അവരുടെ മനസ്സിലും ചുണ്ടിലും സ്ഥാനം പിടിച്ചു. കാരണം അധ്യാത്മരാമായണം അവരുടെ ഒരു നിത്യപാരായണ ഗ്രന്ഥമായിരുന്നു. അതാണല്ലോ ഇത്രയും സ്തുതികൾ കേൾക്കുമ്പോൾ അവർക്ക് മടുപ്പുണ്ടാവത്തില്ല, ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ. ഇത്രയും ഈ സ്തുതിയെ അമിതമാകുമ്പോൾ അത് മടുപ്പുണ്ടാക്കില്ലേ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കുഴപ്പമില്ല, സ്തുതി ആണെന്നാണ് എനിക്ക് എൻ്റെ കുഴപ്പമില്ല. അഭിപ്രായം. അല്ല, അങ്ങനെ അഭിപ്രായത്തെ സാധൂകരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്തുതി പറയുന്നു, മഹാത്മാഗാന്ധി എല്ലാ വർഷവും നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു, നമുക്ക് മടുപ്പുണ്ടാവുന്നുണ്ടോ? ഈ രാമായണത്തിന് പൗനരുക്തി എന്നൊരു ദോഷമുണ്ട്. ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഒരു ആഭാസമായിട്ടാണ് ആചാര്യന്മാരും സാഹിത്യ ഗ്രന്ഥങ്ങളും പറയുന്നത്. നല്ല പോയിന്റ് അല്ലേ? ആവർത്തിച്ച് 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 പറയുമ്പോൾ ഇത്രയും ആവർത്തനം വേണ്ടാന്ന് അവർക്കും തോന്നിക്കാണും അല്ലേ? ഇത് അന്നും തോന്നിക്കാണില്ലേ? കാരണം ഭക്തിയാണ് ഏറ്റവും വലിയ കാര്യം. ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ അത്രയും ഗുണഗണങ്ങളുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിലെ ജീവിത മൂല്യങ്ങൾക്കാണ് നാം എന്താ പറയുക പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തെ അത്ര വലിയൊരാളായി കാണാൻ ഭക്തി അതിൽ വളരെയധികം. ഭക്തി, ജീവിത മൂല്യങ്ങൾ, ഇപ്പൊ ആവർത്തനം എല്ലാം രസമാണോ? നിങ്ങൾ എല്ലാ ദിവസവും യൂണിഫോം ഇടുന്നുണ്ടോ? യൂണിഫോം ദേഷ്യം ഉണ്ടാവാറുണ്ടോ? അങ്ങനെയല്ല. ഇപ്പൊ ഒരാൾ നല്ല പ്രവൃത്തി ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ അയാൾ അഭിനന്ദിക്കുന്ന തെറ്റില്ല. പക്ഷെ എപ്പോഴും നല്ലവനാണ് നല്ലവനാണെന്ന് പറയേണ്ട കാര്യം എന്താണ്? നല്ല പ്രവൃത്തി ചെയ്താൽ നല്ലവനാണെന്ന് പറഞ്ഞൂടെ? അങ്ങനെ പറയുന്നതിന്റെ കാരണം നീ എന്താണ്? ഇന്നലെ നല്ല പ്രവൃത്തി ചെയ്താൽ ഞാൻ ഒരു വർഷം മുമ്പ് നല്ലവനാണെന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, എപ്പോഴെപ്പോഴും പറയേണ്ട കാര്യമുണ്ടോ? അയാൾ ചെയ്ത് നല്ലതാണ് നല്ലതാണ്, അതിൽ കൂടെ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ആ പുള്ളിക്ക് ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ. പക്ഷെ വായിക്കുന്നതൊക്കെ അത്ര നന്നായിട്ട് തോന്നില്ല. വായിക്കുന്ന ആൾക്ക് പറയുന്ന കേൾക്കുന്ന ആൾക്ക് മോട്ടിവേഷൻ, ഈ വായിക്കുന്ന ആൾക്ക് എന്തിനാണ് ഈ അമിതമായി ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ കൊടുക്കുന്നതെന്ന് തോന്നുന്നില്ലേ? പിന്നെ സ്തുതിഗീതങ്ങൾ കൊണ്ട് ഭക്തി മാത്രമല്ല വേറെ ചില ഉദ്ദേശങ്ങൾ കൂടി പറയണം. എന്താ എഴുത്തച്ഛനുണ്ടായിരുന്നു എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. സ്തുതിഗീതങ്ങളിൽ കൂടി അന്നത്തെ ഭാഷ എന്നാൽ വേദഭാഷയായ സംസ്കൃതമായിരുന്നു ഏറ്റവും വലുത്. ഇതിനോടൊപ്പം നമ്മുടെ മാതൃഭാഷ ഉയർത്തുവാൻ വേണ്ടി എഴുത്തച്ഛൻ ശ്രമിച്ചു. വേറൊരു കാര്യം കൂടിയുണ്ട്. അതിൻ്റെ രചനാ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വെറും ശൃംഗാര കാവ്യങ്ങൾ സംസ്കൃത മലയാളം മണിപ്രവാളത്തിൽ പടച്ചുവിട്ടുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. അപ്പോൾ ഇത് വായിച്ച് രസിച്ചിരുന്നൊരു ജനതയെ മുഴുവൻ ഭക്തിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനാണ് എഴുത്തച്ഛൻ അങ്ങനെ ചെയ്തത്. അമിതമായ ഭക്തി മനുഷ്യരെ കർമ്മവിമുഖരാക്കാനാണ് ഉപകരിക്കുക. വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അമിതമായ ഭക്തി മനുഷ്യനെ കർമ്മത്തിൽ വിമുഖനാക്കും. ഓക്കെ, എന്ത് പറയുന്നു? ഇവിടെ അമിതമായ ഭക്തിയല്ല, കാരണം ശൃംഗാര കാവ്യങ്ങൾ എന്നൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അതിൽ നിന്നും മുക്തനാക്കുവാനാണ്, അല്ലാതെ അമിതമായി അങ്ങനെ. ഓക്കെ, വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. പ്ലീസ്